guys, welcome back to the channel Smart Study with Tasween. Please do like, subscribe and share to your friends. In this video, we are doing Gandhi Jayanti Kiss ഗാന്ധിജിയുടെ ഏറ്റവും മനോഹരമായ ജീവചരിത്രം എഴുതിയതാര്? ലൂയിസ് ഫിഷർ. ഒരു ദിവസം തേൻ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ? ആരോടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? മീരാബൈൻ. ലണ്ടനിൽ ഗാന്ധിജിയുടെ താമസത്തിനു നിന്നും ഓഫീസിലേക്ക് ഭക്ഷണം പതിവായി കൊണ്ടുവരാനുള്ള മീരാബൈൻ ഗാന്ധിജി ഭക്ഷണത്തോടൊപ്പം സ്ഥിരമായി കഴിക്കാറുള്ള തേൻ എടുക്കാൻ മറന്നു. ഓർമ്മ വന്നപ്പോൾ 4 അണയ്ക്കൊരു കുപ്പി തേൻ വാങ്ങി ഭക്ഷണത്തോടൊപ്പം നൽകി. ഗാന്ധിജി കുപ്പി നോക്കി പറഞ്ഞ വാക്കുകളാണ് ഇത്. ഗാന്ധിജിയുടെ ആദ്യ വിദേശയാത്രയ്ക്ക് ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി ത്രിബക്റായ് മജുംദാർ, വക്കീൽ. ഇന്ത്യയിൽ വെച്ച് ഒരിക്കലും പത്രം വായിക്കാതിരുന്ന ഗാന്ധിജി എവിടെ വെച്ചാണ് പത്രവായന ആരംഭിച്ചത്? ആരുടെ പ്രേരണയാൽ? ഇംഗ്ലണ്ടിൽ വെച്ച് ശ്രീ ശുക്ലയുടെ പ്രേരണയാൽ. ഗാന്ധിജി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സസ്യബുക്കായി അവകാശപ്പെട്ടത് ഏതു പുസ്തകം വായിച്ചതു മുതലാണ്? സാൾട്ടിൻ്റെ പ്ലീ ഫോർ വെജിറ്റേറിയനിസം, സസ്യഭക്ഷണവാദം എന്ന പുസ്തകം. പൈത്തഗോറസ്, യേശു തുടങ്ങിയ എല്ലാ തത്വജ്ഞാനികളും പ്രവാചകന്മാരും സസ്യഭുക്കുകളായിരുന്നു എന്ന അറിവ് ഗാന്ധിജിക്ക് നൽകിയ ഗ്രന്ഥം എന്ത്? ഹവാർഡ് വില്യംസിൻ്റെ ദ എത്തിക്സ് ഓഫ് ഡയറ്റ്, ആഹാരത്തിൻ്റെ നീതിശാസ്ത്രം എന്ന ഗ്രന്ഥം. ഇംഗ്ലണ്ടിലെ താമസകാലത്ത് ഗാന്ധിജി സസ്യഭുക്കുകളുടെ ക്ലബ്ബ് തുടങ്ങിയ സ്ഥലം ബേസ് വാട്ടർ. ഹിന്ദുമത സംബന്ധമായ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച പുസ്തകം മാഡം ബ്ലാവഡ്സിൻ്റെ കീ ടു തിയോസോഫി എന്ന പേരിൽ ബഹുമദ്യവിദ്യകളെക്കുറിച്ചുള്ള പുസ്തകം. മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായി ഗാന്ധിജിക്ക് ഹൃദയമായി തോന്നിയ ഘടകം ത്യാഗം. നബിയുടെ മഹത്വം, ധീരത, കർക്കശമായ ജീവിതചര്യ ഇവയെ കുറിച്ചെല്ലാം ഗാന്ധിജിക്ക് അറിവ് ലഭിച്ചത് ഏത് കൃതിയിൽ നിന്നാണ്? കാർലൈലിൻ്റെ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്, വീരന്മാരും വിരുപൂജയും എന്ന കൃതിയിൽ നിന്ന്. സൂർദാസിൻ്റെ പ്രസിദ്ധമായ ഒരു കീർത്തനത്തിൻ്റെ പല്ലവി ഗാന്ധിജിയുടെ ആത്മകഥയിലെ അധ്യായത്തിന് പേരായി ചേർത്തിട്ടുണ്ട്. അത് ഏതാണ്? നിർബലിൻ്റെ ബലം രാമൻ. ഇംഗ്ലണ്ടിലെ സ്റ്റോ സ്ട്രീറ്റിൽ താമസിക്കുന്ന കാലത്ത് ഗാന്ധിജിയോട് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ച വ്യക്തി പ്രസിദ്ധ എഴുത്തുകാരനായ നാരായണ ഹേമചന്ദ്ര. നാരായണ ഹേമചന്ദ്രയുടെ സ്ഥിരം വേഷമായ കോട്ടും കാലറയും കണ്ട് പരിഹസിക്കാൻ ശ്രമിച്ച ഗാന്ധിജിയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ: നിങ്ങൾ പരിഷ്കാരികളെല്ലാം ഭീരുക്കളാണ്. മഹാന്മാർ ഒരിക്കലും ഒരാളുടെ ബാഹ്യരൂപം ശ്രദ്ധിക്കാറില്ല, അവർ അയാളുടെ ഹൃദയമേ നോക്കൂ. നിയമകോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? സർ ഫിറോസ് ഷോ മെത്തായി. 3 ആധുനികൾ തൻ്റെ ജീവിതത്തിൽ ആഴമേറിയ മുദ്ര പതിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെയെല്ലാം പറ്റിയാണ്? ഏതെല്ലാം തരത്തിൽ? റായ്ചന്ദ് ഭായ് സജീവ ബന്ധം കൊണ്ട്, ടോൾസ്റ്റോയ് ദൈവരാജ്യം നിന്നിലാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന ഗ്രന്ഥം കൊണ്ട്, റസ്കിൻ അൺ ടു ദ ലാസ്റ്റ് എന്ന പ്രബന്ധം കൊണ്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്കു നിയമ സേവനം നൽകാനാണ് പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ദക്ഷിണാഫ്രിക്കയിൽ കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരാണ്? അബ്ദുള്ള സേഠ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് വർഷം? 1906 ട്രാൻസ്റ്റാൾ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി സത്യാഗ്രഹ സഭ രൂപീകരിച്ച വർഷം 1919. ഗാന്ധിജി ആഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ? ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയതെപ്പോൾ? 1891 ബോംബെയിൽ. ഹിന്ദ് സ്വരാജ് ഇന്ത്യൻ ഹോം റൂൾ ആരുടെ കൃതിയാണ്? ഗാന്ധിജിയുടെ. 1908. സത്യധാരകന് പലപ്പോഴും ഇരുട്ടിൽ തപ്പേണ്ടി വരുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞ സാഹചര്യമേത്? ലോകമഹായുദ്ധത്തിൻ്റെ ബ്രിട്ടൻ്റെ പക്ഷം കൂറ് കാട്ടേണ്ടി വന്ന സാഹചര്യത്തിൽ. ഇംഗ്ലണ്ടിൽ ഗാന്ധിജിയെ ചികിത്സിച്ച ഡോക്ടർ ജീവ് രാജ് മേത്ത.
നിസ്സഹകരണം എന്ന പദം ആദ്യമായി ഗാന്ധിജി പ്രയോഗിച്ചതെപ്പോൾ? ഖിലാഫത്ത് പ്രശ്നം കൂടിയാലോചനയ്ക്ക് ഡൽഹിയിൽ ചേർന്ന ഹിന്ദു മുസ്ലിം സത്യാഗ്രഹ സമരമുറയ്ക്ക് തുടക്കം കുറിച്ചത് എവിടെ വെച്ചാണ്? ദക്ഷിണാഫ്രിക്കയിൽ. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ ചരിത്രത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ഗാന്ധിജി എഴുതിയത് എവിടെ വെച്ചാണ്? യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജി ആദ്യത്തെ ജയിൽ ജീവിതം അനുഭവിച്ച വർഷം 1908. ഗാന്ധിജി ഉപവാസം പരിശീലിച്ചത് എവിടെ വെച്ചാണ്? ടോൾസ്റ്റോയ് ഫാമിൽ. ഗാന്ധിജിയോടൊത്ത് കഴിഞ്ഞ വെള്ളക്കാരൻ മീ കല്ലൻബാക്ക്. ഗാന്ധിജി അധ്യാപക വേഷത്തിൽ പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? ടോൾസ്റ്റോയ് ഫാമിൽ. ദക്ഷിണാഫ്രിക്കയിൽ നൈറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപക സെക്രട്ടറി ആയത് ആര്? ഗാന്ധിജി. ഹിന്ദുമതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ വ്യക്തി? റായ് ചന്ദ് ഭായ്. ഗാന്ധിജിയെ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ മാത്സോഹിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്ത് അബ്ദുള്ള സേഠ്. ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ടു നടന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ മിസ്റ്റർ ബേക്കർ. സത്യാഗ്രഹം എന്ന ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് പേര് നിർദ്ദേശിച്ചതാര്? മകൻലാൽ ഗാന്ധി. ജോൺ റസ്കിൻ രചിച്ച ഏതു ഗ്രന്ഥമാണ് ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്തത്? ആൻഡ് ടു ദി ലാസ്റ്റ്. എൻ്റെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ ദ്രുതഗതിയിൽ മാറ്റിത്തീർത്ത പുസ്തകമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് പുസ്തകത്തെയാണ്? അൺ ടു ദി ലാസ്റ്റ്, ജോൺ റസ്കിൻ. അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്തതാര്? H.S.L. പോളക്ക്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം നവജീവൻ ട്രസ്റ്റ്, അഹമ്മദാബാദ്. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ? ഗുജറാത്തി. ഗാന്ധിജിയുടെ ആത്മകഥ ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജി തയ്യാറാക്കിയ പ്രസംഗം ഉച്ചത്തിൽ വായിച്ച് അവതരിപ്പിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട സ്നേഹിതനായ കേശവറാവു ദേശപാണ്ഡെയെ ഏൽപ്പിക്കേണ്ടി വന്നത് ഏതു സമ്മേളനത്തിലാണ്? സർക്കോവസ് ജി ജഹാംഗീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന ബോംബെ സമ്മേളനത്തിൽ. രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി സ്വീകരിച്ച ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഫർഗൂസൺ കോളേജ് ഗ്രൗണ്ടിൽ, കൽക്കത്ത. രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി സ്വീകരിച്ച ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഫർഗൂസൺ കോളേജ് ഗ്രൗണ്ടിൽ, കൽക്കത്ത. ലോകമാന്യ ഗംഗാധര തിലകയെ ഗോപാലകൃഷ്ണ ഗോഖലെയെയും ഫിറോസ് ഷോ മത്തേയെയും ഗാന്ധിജി ഉപമിച്ചത് എന്തിനോടെല്ലാം? ലോകമാന്യ ഗംഗാധര തിലക് സമുദ്രം, ഗോപാലകൃഷ്ണ ഗോഖലെ ഗംഗ. ഫിറോസ് ഷോ മെത്ത ഹിമാലയം. സമുദ്രത്തിൽ ഇറങ്ങി നീന്താനാവില്ല, ഗംഗ തൻ്റെ മാറിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു, ഹിമാലയത്തെ ഉല്ലംഘിക്കാനാവില്ല. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങുമ്പോൾ 1896 അവിടുത്തെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ഗാന്ധിജി ശുപാർശ ചെയ്ത് ആരെയാണ്? ആദംജി മിയാൻമാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി മടക്കയാത്ര നടത്തിയ കപ്പൽ SS പൊങ്കാള എന്ന യാത്രക്കപ്പൽ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ അവസ്ഥകളെപ്പറ്റി രാജ്കോട്ടിൽ വച്ച് പ്രസിദ്ധീകരിച്ച ലഘുലേഖ അറിയപ്പെടുന്നത് പച്ച ലഘുലേഖ, ഗ്രീൻ പാംഫ്ലെറ്റ്. ഗാന്ധിജിയെപ്പറ്റി അറിയാതെ അദ്ദേഹത്തെ കോൺഗ്രസ് ഓഫീസിൽ ഗുമസ്തനായി നിയമിച്ചു പിന്നീട് അതിൽ ദുഃഖിച്ചതാര്? ശ്രീ ഘോഷാൽ ബാബു. പ്രണയത്തിൻ നേർത്ത നൂലിനാലൊന്ന് ഹരിയല്ലോ കെട്ടി വരിയുന്നു നൂലിൽപ്പെട്ട ഞാൻ ദേവനടി മായാലോ മാറുവന്ന്. ഇന്ത്യൻ സമൂഹത്തോടുള്ള ദൃഢമൈത്രി വിളിച്ചോതുന്ന ഈ വരികൾ പാടിയതാര്? മീരാഭായ്. ഗാന്ധിജി പൂർണ്ണമായും ബ്രഹ്മചര്യവ്രതമെടുത്ത വർഷം 1906. ബോംബെയിലെ സിംഹം, പ്രസിഡന്റിലെ മൂടിച്ചൂട് രാജാവ് എന്ന ഈ വിശേഷണങ്ങളാൽ പ്രശസ്തി നേടിയ വക്കീൽ സർ ഫിറോസ് ഷോ മെത്തെ. ഗാന്ധിജിയുടെ ടൈപ്പിസ്റ്റായി ജോഹന്നാസ്ബർഗിൽ ജോലി ചെയ്ത സ്കോട്ട്ലൻഡുകാരി മിസ് ഡിക്ക്
തൻ്റെ സൈന്യയോട് ടൈപ്പിസ്റ്റായി നിയമിതയായ ഒരു വെള്ളക്കാരി പെൺകുട്ടിയുമായുള്ള പരിചയം ഗാന്ധിജി ഒരു പാവന സ്മരണയായി നിലനിർത്തിയിരുന്നു. ഏതായിരുന്നു ആ കുട്ടി? മിസ് ഷോളസിൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. തൻ്റെ പിന്തുടർച്ചാവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെ. ഗാന്ധിജിയുടെ സമരമാർഗം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് 1906 ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം മോഹൻദാസ് ബർഗ്, ദക്ഷിണാഫ്രിക്കയിൽ 1908. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരത്തിന് കാരണം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാർ. ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം 1925. ഗാന്ധിജിയുടെ പ്ലാൻ സഫലമായിരിക്കുന്നുവെങ്കിൽ മോസസ് നൈൽ നദിയെ പിളർത്തിയ അത്ഭുതത്തേക്കാൾ അതിവിശിഷ്ടമായ ഒരു കാര്യം ലോകം കണ്ടെന്നേ. ഇതാരുടെ വാക്കുകളാണ്? MP നാരായണ മേനോന്റെ. 1932 ഒക്ടോബർ 5 യർവാദ ജയിലിൽ നിന്നും ഗാന്ധിജി കേരളത്തിലെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിക്ക് കത്തെഴുതുകയുണ്ടായി. ഈ കത്തിൽ ചർക്കയും നൂൽപ്പും ഒരു ടോണിക്കാണ് എന്ന് ഗാന്ധിജി കുറിക്കുന്നു. ആർക്കായിരുന്നു ഈ കത്തെഴുതിയിരുന്നത്? MP നാരായണ മേനോൻ. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ജോർജ് ഇരുമ്പയം. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത കൗമുദി ടീച്ചർ. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സമ്പത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രഥം യങ് ഇന്ത്യ. ഗാന്ധി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് മഹാന്മാർ: കേരള ഗാന്ധി കേളപ്പൻ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നിരവധി ഓസ്കാർ അവാർഡുകൾക്ക് അർഹമായ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര്? റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ്? NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും 78 അനുയായികളും ഉപ്പ് കുറക്കാൻ ദണ്ഡിയിൽ എത്തിച്ചേർന്നത് എന്ന്? 1930 ഏപ്രിൽ 5. ഗാന്ധിജിയുടെ അപരനാമം? ബാപ്പുജി. അർദ്ധഗന്ധനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. Please do like, subscribe and share my YouTube channel Smart Study with Tasween. Thank you.